കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പോർവിളികൾ ശക്തമാവുകയാണ്. വലിയ തരത്തിലുള്ള ഒരു പടയൊരുക്കമാണ് വി.ഡി. സതീശന് നേരെ മറ്റ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെയും രംഗത്ത് വന്നിരിക്കുകയാണ് കെ മുരളീധരൻ. സതീശന് മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ട് യോഗ്യനല്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന സാമുദായിക വോട്ടുകളിൽ അത്ര കണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുമുണ്ട്. സാമുദായിക പിന്തുണയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് സാമുദായിക പിന്തുണ തനിക്ക് ഏറെയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല വീണ്ടും ഒരു രംഗപ്രവേശനത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു സാമുദായിക പിന്തുണയേക്കാൾ കൂടുതലായി സതീശന് വിജയിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് കെ മുരളീധരൻ പങ്കുവയ്ക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് തൊട്ടുകൂടായ്മയില്ല എന്ന് കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ കെ.പി.സി.സി. അധ്യക്ഷനുമായ കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും രമേശ് ചെന്നിത്തലയെ ആരും പിടിച്ചു മാറ്റിയതല്ല എന്നും എം.എൽ.എമാരുടെ വികാരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മാറ്റമെന്നുമാണ് അദ്ദേഹം മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോഴേ തീരുമാനിക്കേണ്ട കാര്യമില്ല. ജാതിമത സ്വാധീനം കൊണ്ട് കോൺഗ്രസിൽ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ല. എല്ലാവരും പാർട്ടി പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായതാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അവരവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളർന്നു വന്നതുമാണ്. അവരുടെ എല്ലാം തന്നെ സഹായം കിട്ടിയാലും തെരഞ്ഞെടുപ്പിൽ വന്നവന്റെ കഴിവും കൂടി നോക്കും. ഇവിടെ ജാതി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ സർക്കാർ ഉണ്ടാക്കുമ്പോൾ സാമുദായിക സന്തുലനം ആവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളും നടത്താൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. നല്ല കാര്യക്ഷമതയോടെ തന്നെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയതും. പാർട്ടിയിലും മുന്നണിയിലും എല്ലാവരും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള മുൻവിധിയായല്ല ഹൈക്കമാൻഡിൽ നിന്നുള്ള നിരീക്ഷകർ കേരളത്തിൽ എത്തിയതെന്നും മാറ്റം എം.എൽ.എമാർ അഭിപ്രായപ്പെട്ടത് അനുസരിച്ച് തന്നെ ഉണ്ടായതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. 2011 താൻ പാർട്ടിയിൽ തിരിച്ചെത്തി വട്ടിയൂർക്കാവിൽ നിന്നും വിജയിച്ച് നിയമസഭയിലെത്തിയിട്ടും തന്നെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ വേദനയുണ്ടായെന്നും തന്നേക്കാൾ ജൂനിയർ ആയവർക്ക് മന്ത്രിസ്ഥാനം നൽകുകയും തന്നെ 3ാം നിരയിലേക്ക് ഇരുത്തുകയും ചെയ്തു. അതിലുള്ള വേദന ഇതുവരെ ആരോടും പങ്കുവച്ചിട്ടില്ല എന്നും കെ മുരളീധരൻ പറയുന്നുണ്ട്. മുൻപ് കെ കരുണാകരന്റെയും എ.കെ. ആന്റണിയുടെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ വ്യത്യസ്ത ശൈലി പിന്തുടരുന്നതായിരുന്നു. അവരുടെ പ്രവർത്തനവും സതുദ്ദേശപരമം തന്നെയായിരുന്നു. എന്നാൽ നിലവിൽ ചിലർക്ക് ചിലരെ കണ്ടുകൂടാത്തതിന്റെ പേരിൽ വന്ന ഗ്രൂപ്പുകൾ പാർട്ടിക്ക് ഗുണമാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തൃശ്ശൂരിലെ പരാജയത്തിൽ തനിക്ക് നിരാശയുണ്ട് എന്നും അദ്ദേഹം സമ്മതിച്ചു. പ്രത്യേക സാഹചര്യത്തിൽ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ജയിക്കേണ്ട സ്ഥാനത്ത് പരാജയം വിലയ്ക്ക് വാങ്ങേണ്ടി വന്ന അവസ്ഥയാണ് തനിക്ക് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. 2021 രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടമാകുന്നത്. അതുവരെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം വഹിച്ചിരുന്ന അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് എം.എൽ.എമാരുടെ വോട്ട് ഉണ്ടായിരുന്നത് എന്നും എന്നാൽ ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ടത് എന്നുമാണ് പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ എം.എൽ.എമാരുടെ മനസ്സ് കണ്ടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവരുടെ ശബ്ദമായി മാറിക്കൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനമെടുത്തത് എന്നതാണ്. അതായത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് മറ്റ് യാതൊരു തരത്തിലുള്ള ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉറപ്പായിരുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം മുന്നത്തെ വർഷത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ തന്റെ കടമ നിർവഹിച്ചു എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനമാണ് നഷ്ടമായിരിക്കുന്നത്. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ മിണ്ടാതിരുന്ന രമേശ് ചെന്നിത്തല ഈ അടുത്താണ് മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലെല്ലാം തന്നെ സജീവമാകുന്നത്. മുഖ്യമന്ത്രി കസേര എന്ന വാക്കുകൾ ഉപയോഗിച്ചില്ല എങ്കിലും കോൺഗ്രസിൽ ഇപ്പോഴുള്ള നേതാക്കന്മാരിൽ കെ.സി. വേണുഗോപാലാണെങ്കിലും വി.ഡി. സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ശശി തരൂരാണെങ്കിലും കെ. സുധാകരനാണെങ്കിലും കെ. മുരളീധരനാണെങ്കിലും എല്ലാവരും പ്രബലമായി രംഗത്ത് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് കെ. സുധാകരന് വലിയ തരത്തിലുള്ള പിന്തുണ ഈ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും അതേസമയം സതീശന് എതിരെ എല്ലാ മുതിർന്ന നേതാക്കളും ശക്തമായി തന്നെ മുന്നോട്ട് വരികയും ചെയ്ത കാഴ്ചയുണ്ടായിരുന്നത്. ഇതേ സാഹചര്യത്തെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് എസ്.എൻ.ഡി.പിയുടെയും എൻ.എസ്.എസിന്റെയും സമസ്തയുടെയും എല്ലാം തന്നെ പിന്തുണ ലഭിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് യഥാർത്ഥത്തിൽ മറ്റ് സാമുദായിക വോട്ടുകളുടെ എല്ലാം തന്നെ പിന്തുണ ഉണ്ട് എന്നതാണ്. അതായത് തനിക്ക് സമുദായങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരാനാണ് രമേശ് ചെന്നിത്തലയുടെ ഉദ്ദേശം എന്നുള്ള പല അഭ്യൂഹങ്ങളും ഇപ്പോൾ തന്നെ ശക്തമാണ്. എന്നാൽ അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയെ ഒതുക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന് അകത്ത് നടക്കുന്നത് എന്നുള്ള മറുപക്ഷവാദവും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്.
ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ മുരളീധരൻ രമേശ് ചെന്നിത്തലയെ പരസ്യമായി തള്ളിക്കൊണ്ട് അതേസമയം വി ഡി സതീശന് എന്ത് യോഗ്യതക്കുറവാണ് ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. മാത്രമല്ല, വി ഡി സതീശനുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് വി ഡി സതീശൻ വന്നതിന് ശേഷം വലിയൊരു മാറ്റം, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം തന്നെ പ്രകടമായിരുന്നു എന്നതാണ്.